നമസ്കാരം. കുഞ്ഞമ്മയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയുടെ പേര് വരെ മാറ്റി. പഠന വിഷയങ്ങളിലെല്ലാം ആവശ്യമില്ലാതെ കൈകടത്തി. എല്ലാം ഹനുമാൻ സ്വാമിക്കും ഗണപതിക്കും തീരെഴുതി കൊടുത്ത് ഒടുക്കം സിനിമയിൽ വരെ സംഗീതം തിരികെ കയറ്റാനുള്ള ശ്രമങ്ങളാണ്. കേരളത്തിൽ ഇതാണ് നടക്കുന്നതെന്ന് പറഞ്ഞിറക്കിയ കേരള സ്റ്റോറിയിലെ പൊട്ടത്തരങ്ങൾ കണ്ട് ചിരിച്ച് മലയാളികൾ മരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഗോവ ഫിലിം ഫെസ്റ്റിവലിലും ഹിന്ദുസം തിരികെ കയറ്റി സ്വയം കോമാളിയാകാനാണ് BJP സർക്കാരിന്റെ അടുത്ത ശ്രമം. ഉദ്ഘാടന വേദിയിൽ ശ്രീ രവിശങ്കർ സ്ക്രീനിലും പുറത്തും ശ്രീരാമന്റെയും ഹനുമാന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ രൂപങ്ങളും പുരാണ ശ്ലോകങ്ങളും ഒപ്പം മുസ്ലിം വിരോധത്തിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഉദ്ഘോഷങ്ങൾ. ഇത്തവണത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പ്രധാന കാഴ്ചകളാണ് ഇതെല്ലാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഹൈന്ദവ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, അത് പക്ഷെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അതിങ്ങനെ എല്ലായിടത്തും ബിനാലെ നിർത്തേണ്ട കാര്യവുമില്ല. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ശിക്ഷ ഇളവ് നേടുകയും ഗാന്ധിവധത്തിൽ പ്രതിയാവുകയും ചെയ്ത സവർക്കറെ വീരനായകനായി ചിത്രീകരിച്ച സ്വതന്ത്ര വീർ സവർക്കറായിരുന്നു ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രം. നേതാജിയും അംബേദ്കറും ഭഗത് സിംഗും ഒക്കെ സവർക്കറുടെ ഉപദേശത്താലാണ് പ്രവർത്തിച്ചതെന്ന് വരുത്തുന്ന സിനിമയിൽ ഗാന്ധിജി പരിഹാസ കഥാപാത്രമാണ്. ആദിത്യ സുഹാസ് ജംഭാലയുടെ ആർട്ടിക്കിൾ 370 എന്ന ഹിന്ദി ചിത്രവും ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ കഥയായ അശ്വിൻ കുമാറിന്റെ മഹാ അവതാർ നരസിംഹ എന്ന 3D അനിമേഷൻ ചിത്രം, ശ്രീകൃഷ്ണനും അശ്വത്ഥാത്മാവും ഒക്കെ കഥാപാത്രങ്ങളാകുന്ന നാഗ് അശ്വിന്റെ കൽക്കി 2898 AD എന്ന തെലുങ്ക് ചിത്രം എല്ലാം ഹിന്ദുത്വത്തെ മഹത്വവൽക്കരിക്കുന്ന ചിത്രങ്ങളാണ്. നവജോത് നരേന്ദ്ര ഭണ്ഡിവേഡേക്കറുടെ ഖരത് ഗണപതി എന്ന മറാഠി ചിത്രത്തിൽ കൊങ്കണിയിലെ ഗണപതി ഉത്സവമാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിജയ് യലഗാന്ധിയുടെ മാ കാളിയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കുന്നതാണ്. അങ്ങനെ പ്രദർശിപ്പിക്കുന്നത് അത്രയും ഹിന്ദുത്വത്തെ മഹത്വവരിക്കുന്ന ചിത്രങ്ങൾ. ചലച്ചിത്രമേളയുടെ അന്തസത്ത കൂടി നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു കളിയും പക്ഷേ IFFKയിൽ വിലപ്പോവില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഗോവ ചലച്ചിത്രമേളയിൽ ഈ തെമ്മാടിത്തരം അത്രയും കാണിച്ചു കൂട്ടിയത്. ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഹിന്ദുത്വത്തെ തിരികെ കയറ്റി വർഗീയതയെ ആളിപ്പടർത്താനുള്ള ശ്രമങ്ങളെല്ലാം പാഴായി പോയില്ലേ മോദി സർക്കാരെ? ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ?